നമ്മളെ പരിഹസിക്കാനും അപമാനിക്കാനും ഒരുപാട് പേർ ഉണ്ടാവും. അവർക്ക് മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ കഴിയണം. മറ്റുള്ളവരുടെ പരിഹാസങ്ങൾക്കും തരംതാഴ്ത്തലുകൾക്കും ഇടയിൽ നേടുന്ന വിജയങ്ങൾക്ക് ഏറെ മധുരമുണ്ടാകും. നിങ്ങൾ മറ്റുള്ളവരെ പോലെ ആകാൻ ശ്രമിക്കുന്നുവെങ്കിൽ അതിനർത്ഥം നിങ്ങൾ നിങ്ങളുടെ ജീവിതം പാഴാക്കുന്നു എന്നതാണ്. ആർക്കും കൊടുക്കാത്ത ഒരു സ്നേഹം നമ്മൾ ഒരാൾക്ക് നൽകുമ്പോൾ ആരും തരാത്ത ഒരു സങ്കടം തിരിച്ചു തരാനുള്ള അവസരം കൂടിയാണ് അയാൾക്ക് നൽകുന്നത് എന്ന് ഓർത്തു വയ്ക്കേണ്ടത് നല്ലതാണ്. നമുക്ക് വേണ്ടിയും ചിലതൊക്കെ ചെയ്യണം. നമുക്ക് വേണ്ടിയും അല്പസമയം മാറ്റി വയ്ക്കണം. നമുക്ക് വേണ്ടിയും ജീവിക്കണം. ഒരുങ്ങിയാൽ മാത്രം പോരാ, നമ്മുടെ പ്രകാശം ആസ്വദിക്കുകയും വേണം. നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ആരെയും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാതിരിക്കുക. ആളുകൾ ഒരിക്കലും നമ്മിൽ സന്തുഷ്ടരാവുകയില്ല. ഒരു നന്ദി വാക്കുപോലും പ്രതീക്ഷിക്കേണ്ടതുമില്ല. ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക. വിജയം ഉറപ്പായും നമ്മെ തേടിയെത്തും. മറ്റുള്ളവരെ പഴിക്കാൻ എളുപ്പമാണ്. എന്നാൽ അതേ പഴി നിങ്ങൾ ചുമക്കേണ്ടി വരുമ്പോൾ മാത്രമേ അതിൻ്റെ വേദനയും സങ്കടവും മനസ്സിലാവുകയുള്ളൂ. അലസത ഒരു വ്യക്തിയെ ഒരിക്കലും വിജയിക്കാൻ അനുവദിക്കാത്ത ഒരു അപാകതയാണ്. അലസതയുള്ള ഒരു വ്യക്തിക്ക് അവരുടെ ജീവിതത്തിൽ വരുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ കഴിയാതെ വരുന്നു. ഇത്തരക്കാർക്ക് പിന്നീട് ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. പരാജയത്തെ പക്വതയോടെ നേരിടുമ്പോൾ നമ്മളിൽ ആത്മവിശ്വാസം വളരുന്നു. ഓരോ തിരിച്ചടികളും നിങ്ങളിലെ ആത്മവിശ്വാസത്തെ ബലപ്പെടുത്തുകയും നിങ്ങൾക്ക് വിലപ്പെട്ട പാഠങ്ങൾ പകർന്നു നൽകുകയും ചെയ്യും. ഭൂതകാലത്തെ മുൻനിർത്തി ആരെയും വിലയിരുത്തരുത്. ജീവിതം ഓരോന്ന് പഠിപ്പിക്കുന്നു. അതനുസരിച്ച് അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് അവർ മുന്നോട്ടുള്ള ജീവിതം ക്രമീകരിക്കുന്നു. നൽകാൻ കഴിയാത്തതായ ഒന്നും പറഞ്ഞ് കൊതിപ്പിക്കരുത്. ആഹാരം കൊണ്ടായാലും സ്നേഹം കൊണ്ടായാലും വാക്കുകൾ കൊണ്ടായാലും ആശിച്ചവൻ്റെ നിരാശ പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയില്ല. കാരണം ഒരു വാക്കിൻ്റെ പേരിൽ നെയ്തുകൂട്ടിയ സ്വപ്നങ്ങൾ കുന്നോളം ഉണ്ടാകും ചിലരുടെ ഉള്ളിൽ. നിങ്ങൾ ഒരാളുടെ സൗന്ദര്യത്തെയാണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ ആ ഭംഗി ഇല്ലാതെയാകുമ്പോൾ നിങ്ങളുടെ ഇഷ്ടവും അവിടെ അവസാനിക്കും. നിങ്ങൾ അവരുടെ മനസ്സിനെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ ഏത് സാഹചര്യത്തിലും മാറ്റമില്ലാതെ നിങ്ങളോട് സ്നേഹവും ഇഷ്ടവും അവസാനമില്ലാതെ തുടരും. നിങ്ങൾ ദുഃഖിച്ചിരിക്കുമ്പോൾ ജീവിതം നിങ്ങളെ നോക്കി കളിയാക്കും. നിങ്ങൾ സന്തോഷിച്ചിരിക്കുമ്പോൾ ജീവിതം നിങ്ങളെ നോക്കി ചിരിക്കും. എന്നാൽ നിങ്ങൾ മറ്റൊരാളുടെ സന്തോഷത്തിന് കാരണമാകുമ്പോൾ ജീവിതം നിങ്ങൾക്ക് മുന്നിൽ കൈകൂപ്പി നിൽക്കും. സാന്നിധ്യമായാലും സംസാരമായാലും ആവശ്യമുള്ളിടത്ത് മാത്രം കൊടുക്കുക. വലിഞ്ഞു കയറി ചെല്ലുന്നിടത്ത് വലിച്ചെറിയപ്പെടും എന്ന സത്യം മറക്കാതിരിക്കുക. തൊടുമ്പോൾ മാത്രമാണ് നമ്മൾ അറിയുന്നത് തീ നമുക്ക് വെളിച്ചം മാത്രമല്ല വേദനയും കൂടിയാണ് തരുന്നതെന്ന്. അതുപോലെ ഓരോ സങ്കടങ്ങളും വേദനകൾ മാത്രമല്ല നൽകുന്നത്, ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന തിരിച്ചറിവ് കൂടിയാണ്. നിങ്ങളെ ഉപേക്ഷിച്ച് പോകുന്നവരോട് ദേഷ്യം കാണിക്കുന്നതിന് പകരം മറുപടിയായി നിങ്ങൾ അവർക്കൊരു പുഞ്ചിരി സമ്മാനിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൽ അവർക്ക് നഷ്ടബോധം തോന്നും.